ഇത് നിങ്ങൾക്ക് വിശ്വാസമാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ആവശ്യകത. അതുകൊണ്ടാണ് ഞാനിത് പൊട്ടിച്ച് തന്നെ കാണിക്കുന്നത്. ലെവലും അതുപോലെ ഷേപ്പും ഷാർപ്പും ഒക്കെ കറക്റ്റായിട്ട് വേണം ഫെറോ സിമെന്റിൽ വർക്ക് ചെയ്യാൻ. ഈ രീതിയിൽ ഈ കാണുന്ന അലമര പൂർണ്ണമായിട്ടും നശിച്ചു പോയി. കട്ടിങ്, ഫിക്സിങ്, ഫിനിഷിങ്, അതാണ് ഇവരുടെ പരിപാടി. കഷ്ടപ്പെട്ട് വീട് നിർമ്മിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഫോളോവേഴ്സിലുണ്ട്. അവർക്ക് യൂസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ഫെറോ സിമെന്റ് ഉപയോഗിക്കുന്ന ആളുകളും കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പി ഇല്ലാതെ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ നിൽക്കില്ല. കമ്പി ഊരിയെടുത്ത് തന്നെ കാണിച്ചു തരാം. സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാതെ ഫെറോ സിമെന്റിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഒരു ചെറിയ കിച്ചൺ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? 2 മണിക്കൂർ. 2 മണിക്കൂർ. നമ്മളെ വ്യൂവർ ഒരാൾ ചോദിച്ചോടുക്കുക, അതിമ കോൺക്രീറ്റ് ചെയ്തില്ലേ വെയിറ്റ് താങ്ങുന്നു, ഇതിമ ഒന്ന് കയറി നിൽക്കാൻ പറ്റുമോ? നടന്നു കഴിഞ്ഞാൽ പേടിയുണ്ടോ? ഒന്ന് നടന്നേ. കാരണം നമ്മൾ ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് നോക്കുകയാണെന്ന് അങ്ങനത്തെ ടെൻഷനല്ല. കിച്ചണിൽ ഷെൽഫുകൾ കൂടുമ്പോൾ ചിലവ് സ്വാഭാവികമായിട്ടും കൂടും. എന്നാൽ ഫെറോ സിമെന്റിൽ അതിനൊക്കെ ടോട്ടൽ സ്ക്വയർ ഫീറ്റിൽ വരുന്ന റേറ്റേ വരികയുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വീട് പണിയിൽ ഏറ്റവും ചിലവ് ചുരുക്കി ഇൻറ്റീരിയർ ചെയ്യണമെന്നാണ് ഒരുപാട് ആൾക്കാർ ആഗ്രഹം. ഒരുപാട് ആൾക്കാർ മെസ്സേജും കമൻറ്റും ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഫെറോ സിമെൻറ്റിലുള്ള ഇൻറ്റീരിയർ മുമ്പ് പരിചയപ്പെടുത്തിയത്. ഇന്നിതാ നമ്മൾ വീണ്ടും ഫെറോ സിമെന്റിൽ ഏറ്റവും ചെലവ് ചുരുക്കി ചെയ്യുന്ന ഒരു ടീമിനെ കൂടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെറും 65 രൂപ മുതലൊക്കെ ഇന്റീരിയർ അടിപൊളിയായിട്ട് ഫെറോ സിമെന്റിൽ ചെയ്തു തരുന്ന പട്ടാമ്പി വല്ലപ്പോഴുള്ള ഭാവന ഫെറോ സിമെന്റിന്റെ ഒരു അടിപൊളി വർക്ക്, ഒന്നല്ല നിരവധി വർക്കുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം. അതുമാത്രമല്ല പറയാനുള്ളത് കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്ന മിക്കതും. എന്നിട്ട് പലരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോകൾ ഇനിയും വരും. ഡെക്കോർ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൽ. ഫെറോ സിമെന്റ് വർക്ക് സാധാരണ വീട് പണിയുടെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ഉടനെയാണ് നടക്കാറില്ല. പക്ഷെ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു താമസിക്കുന്ന വീട്ടിൽ തന്നെയാണ്. എന്തുകൊണ്ട് ഇവിടെ ഫെറോ സിമെന്റിൽ വർക്ക് ഇപ്പം ചെയ്യുന്നതെന്നല്ലേ, ഇവിടെ കുറേ ഡോറൊക്കെ ഊരി വെച്ച കാണാം. അത് മാത്രമല്ല, നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു അവസ്ഥ. മുമ്പ് പല മെറ്റീരിയലിൽ നിങ്ങൾ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതൊരു MDF ആണ് കേട്ടോ. അതുപോലെ പ്ലൈവുഡിലൊക്കെ ഇതുപോലുള്ള അലമാരകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതായിരിക്കാം. അപ്പോൾ മരത്തടിയിൽ ഉണ്ടാക്കിയ ആളുകൾക്ക് സംഭവിക്കാറുണ്ട്. അതുപോലെ ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പറയുമ്പോൾ ഇതിന് പ്ലാസ്റ്റിക് കോട്ടിങ് പോലും ഉണ്ട്. പക്ഷേ ഈ കാണുന്ന എഡ്ജിലൂടെ, ഈ എഡ്ജ് ഒന്ന് നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കാം അല്ലേ, ഇതിലൂടെ ചെതൽ ഭൂമിയിൽ നിന്ന് നേരെ ഇതിലേക്ക് കയറി പോവുകയാണ്. ഈ രീതിയിൽ ഈ കാണുന്ന അലമര പൂർണ്ണമായിട്ടും നശിച്ചു പോയി. അപ്പോൾ ഫെറോ സിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിമെന്റ് പ്രൊഡക്റ്റ് ആണ്. അതൊരിക്കലും നശിച്ചു പോവില്ല. അതിൽ പെയിന്റ് അടിച്ച് അത് ഫിനിഷിൽ തന്നെ നിൽക്കും. ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഇപ്പോൾ വുഡ് ആണെങ്കിലും പ്ലൈവുഡ് ആണെങ്കിലും ക്വാളിറ്റി ഉള്ളത് ഉപയോഗിച്ചില്ലെങ്കിൽ, പ്രത്യേകം പറയുന്നത് ക്വാളിറ്റി ഉള്ളത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ ഈ കാണുന്ന അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയായിരിക്കും ഫെറോ സിമെന്റ്. അതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം ഇത് HDF അല്ലെങ്കിൽ നമ്മൾ പ്രീ ലാമിനേറ്റഡ് ബോർഡ് കൊണ്ട് വരുന്ന ഡോറുകൾ, അതുപോലെ തന്നെ പാർട്ടിക്കിൾ ബോർഡ് കൊണ്ട് വരുന്ന ഇതുപോലുള്ള അലമാരകളൊക്കെ റേറ്റ് കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും റേറ്റ് കുറവായിരിക്കും. എന്നാൽ അതേ ലെവലിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫെറോ സിമെന്റിലും റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പ്രൈസിൻ്റെ കാര്യം എടുത്തു പറയുന്നത് സ്വാഭാവികമായിട്ടും വീട് പണിയിൽ ചിലവ് ചുരുക്കി വീട് നിർമ്മിക്കാൻ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് വീട് നിർമ്മിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഫോളോവേഴ്സിലുണ്ട്. അവർക്ക് യൂസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും യഥാർത്ഥത്തിൽ അവർക്ക് യൂസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കാണുന്ന അലമാര മാറ്റി ഇവിടെ പുതുതായി സ്ഥാപിക്കുകയാണ് ഫെറോ സിമെന്റിൽ. അതൊന്ന് കണ്ടാലോ. ചെതല് പിടിച്ച് നശിച്ച അലമര ഇവിടെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റീപ്ലേസിങ്ങിൻ്റെ ഫെറോ സിമെന്റിൻ്റെ വർക്ക് സ്റ്റേജ് 2 ആണ്. ആദ്യം ചുമരിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോ സ്ലാബുകളായിട്ട് വെച്ച് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫിനിഷിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വാഭാവിക കട്ടിങ് വല്ലതും വരികയാണെങ്കിൽ എഡ്ജ് റഫായിരിക്കും. അതൊക്കെ സ്മൂത്ത് ചെയ്തിട്ട് കേട്ടോ പോവുക. നേരെ ഒരു സ്ലാബ് കൊണ്ടുപോയി വെക്കുക എന്നുള്ളതല്ല. പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവരുടെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ 1 ഇഞ്ച് കനത്തിലുള്ള ബൗണ്ടറിയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ അകത്തേക്ക് വരുമ്പോൾ 3/4 ഇഞ്ചിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് 1 ഇഞ്ചിലേ വേണം, നല്ല ഉറപ്പും ബലം കിട്ടേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇവർ ബൗണ്ടറി ആണ് ആ രീതിയിൽ ചെയ്യുന്നത്, ബാക്കിയെല്ലാം 3/4-ലാണ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജുകളെല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സിമെൻറ്റിലാട്ടോ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് നടക്കുന്നുണ്ട്. എത്ര സമയം കിतना घंटा काम के लिए? 3 घंटा लगेगा.
പിന്നെ 3 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു അലമാരയുടെ ഫുൾ വർക്ക്, അതായത് കട്ടിങ് അതുപോലെ ഇതെല്ലാം ഫിറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, നമ്മൾ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്ന ടീം ഭാവന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. അവരുടെ ഒരു പ്രൊജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് 3 മണിക്കൂറാണെങ്കിൽ അപ്പുറത്ത് വേറെ ആൾ 3 മണിക്കൂർ എടുത്ത് വേറൊരു അലമാര നിർമ്മിക്കും. അല്ലാതെ ഒരാളെ ഇങ്ങനെ പോവല്ല, ഒറ്റ ദിവസം കൊണ്ടാണ് ഈ വീട്ടിലെ മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. കട്ടിങ്, ഫിക്സിങ്, ഫിനിഷിങ്, അതാണ് ഇവരുടെ പരിപാടി. ഇപ്പോൾ അലമാര ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അലമാര സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ചുമരിൽ ഹോൾ ഇട്ട് കാണാം. ഒരു ചുമര് കുത്തിപ്പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വീടിൻ്റെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ഉടനെയാണ് ചെയ്യാന്ന്. അപ്പോൾ ആ രീതിയിലാട്ടോ വരിക. ഇവിടെ വർക്ക് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾറെഡി താമസമുള്ള വീടായതുകൊണ്ടാണ് പെയിൻറ്റ് കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര 1 ഇഞ്ച് കനത്തിലേ ഉള്ളിലേക്ക് പോവുള്ളൂ. ഈ ഫെറോസിമെൻറ്റ് സ്ലാബ് ഉള്ളിലേക്ക് ചുമരിലേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്യുന്ന പരിപാടിയൊക്കെ ലാസ്റ്റ് ചെയ്യണേ. അതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് വർക്ക് ഫിനിഷ് ആക്കാം. ആദ്യം ചുമരിൽ നന്നായിട്ട് വരച്ചെടുക്കും ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് വേണ്ടതെന്ന്. അതിനുശേഷം അല്ലേ കട്ട് ചെയ്യുക. കട്ട് ഒന്ന് കട്ട് ചെയ്താൽ ഈ രീതിയിൽ വരച്ചതിന് ശേഷം ഉള്ളിക്കൊണ്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഒരു ചുമരിൽ ഇത് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. സംഭവം നിങ്ങൾക്ക് റഫായിട്ട് തോന്നും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീടിൻ്റെ സ്ട്രക്ചറൽ ഏരിയ കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ഉടനെ അത് ചെയ്യണം. ഫെറോസിമെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും സംശയം ഉണ്ടാവും. വീട് പണിയിൽ നമ്മൾ ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള അലമാരകൾ, അല്ലെങ്കിൽ കിച്ചണിൽ വരുന്ന കൗണ്ടറുകൾ, ഇനി ടേബിൾ, ഇവിടെ ഒരു ടേബിൾ വരാണ്ട്, ഓഫീസ് ടേബിളുകൾ, സ്റ്റഡി ഏരിയ, അതുപോലെ എന്തെല്ലാം ഫർണിച്ചർ ഏരിയകളിൽ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. ഇനി കിച്ചണിൽ നിങ്ങൾ കോൺക്രീറ്റ് സ്ലാബ് വാർത്തില്ലെങ്കിൽ അത് ചെയ്യാം, അതിന് ഡിവൈഡേഴ്സ് കൊടുക്കാം. ഡോറ് വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അലമാരയാണ്. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ, ഭാവന ടീമിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എടുത്ത് പറയണം. ഞാൻ ഇവരുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വരാനുള്ള കാരണം തന്നെ ഇത് ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഡബിൾ ഓക്കെയാണ്. ഔട്ട്സൈഡ് വരുന്നതൊക്കെ 1 ഇഞ്ച് കനത്തിൽ കൊടുക്കുന്നുണ്ട്, ബാക്കി 3/4 ഇഞ്ച് കനത്തിലുമാണ് കൊടുക്കുന്നത്. മിക്ക ടീമുകളും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ട അവർ പറഞ്ഞത് ചെയ്ത് തരുമായിരിക്കാം. പക്ഷേ ഇവർ എല്ലായിടത്തും ഈ ഒരു സൈസിൽ തന്നെയാണ് ചെയ്യുന്നത്. 3/4 ഇഞ്ച് സൈസാണ് കോമൺ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ 1 ഇഞ്ച് സ്ലാബ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഈ രീതിയിലുണ്ടാവും തിക്നെസ്. അത് നല്ല വെയിറ്റ് ഉണ്ട്, കാരണം അത് സിമെൻറ്റ് കൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട് ഇതിന്. ഇത് ചുമരിൽ പിടിപ്പിച്ചിട്ടാണ്, ഇത് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടാക്കി ചുമരിൽ പിടിപ്പിച്ചിട്ടാണ് ഫെറോസിമെൻറ്റ് കൊണ്ടുള്ള ഒരു സ്ലാബ് വാർക്കുന്നത്. അതിൻ്റെ ഒരു സ്ലാബ് സൈസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതാണ് 1 ഇഞ്ച് അല്ലേ, ഇതാണ് 1 ഇഞ്ച്. ഇത്ര തിക്നെസ് വരും കേട്ടോ. ഇത്രയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബ്ലോക്ക് പോലും ഇത്ര വെയിറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് കമ്പിയൊക്കെ ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന അലമാര. ഈ ഒരു റൂമിൽ വലിയൊരു അലമാര നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ലെവലിംഗ് എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. ലെവൽ ടൂൾ ഇവിടെ കയ്യിലുണ്ട്. ബൈ, ഇതൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കൂ. ലെവൽ ഓക്കെ ആണോ നോക്കട്ടെ. ഒന്ന് ക്യാമറ കാണിക്കൂ. ലെവൽ ചെക്ക് ചെയ്തിട്ട് പോയാൽ മതിയല്ലോ. വാട്ടർ ലെവൽ കറക്റ്റ് ആയിരിക്കും. കാരണം നമ്മളൊരു ഡോറൊക്കെ കൊടുക്കുമ്പോഴേ അവർ ഇതിൽ വരുന്ന വേറെ മെറ്റീരിയലാണ്, പ്ലൈവുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡോ അലൂമിനിയം ഒക്കെ ആയിരിക്കും. പക്ഷേ അവർ കറക്റ്റ് റെക്റ്റാങ്കിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുക. പക്ഷേ ഇവർ ചെയ്യുന്ന പരിപാടി രണ്ട് ടീം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ലെവലും അതുപോലെ ഷേപ്പും ഷാർപ്പും ഒക്കെ കറക്റ്റായിട്ട് വേണം ഫെറോസിമെൻറ്റിൽ വർക്ക് ചെയ്യാൻ. ഇതൊരു അലമാരയുടെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഫെറോസിമെൻറ്റ് സ്ലാബിൻ്റെ ഒരു പീസാട്ടോ എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇതിന് സ്ട്രെങ്ത്ത് കിട്ടണമെങ്കിൽ ഇതിന് വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ അതുമാത്രമല്ലല്ലോ, ഇത് കോൺക്രീറ്റ് കൊണ്ടുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇതിനകത്ത് കമ്പി ഉണ്ടെങ്കിലല്ലേ ഒരു സ്ലാബായിട്ട് ഇത് നിൽക്കുകയുള്ളൂ. നമുക്ക് ഇതിനകത്ത് കമ്പി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അത് എങ്ങനെ ചെക്ക് ചെയ്യാം? അടിച്ചു പൊട്ടിച്ച് തന്നെ ചെക്ക് ചെയ്യാം. കാരണം നമ്മളെ വ്യൂവേഴ്സിന് മാക്സിമം ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് സേതുവേട്ടെന്ന് കാണുമ്പോൾ എന്താ പറയാന്ന് അറിയില്ല. നമുക്ക് കമ്പി ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം ഫെറോസിമെൻറ്റ് സ്ലാബിൽ കമ്പി ഇല്ലെങ്കിൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്നല്ല പറയാറുള്ളത്. നമുക്കിതാ അത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കമ്പി ഉണ്ടോ എന്ന്. ഇത് നിങ്ങൾക്ക് വിശ്വാസമാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ആവശ്യകത. അതുകൊണ്ടാണ് ഞാനിത് പൊട്ടിച്ച് തന്നെ കാണിക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ കട്ടിങ്ങിൽ ഇത് കിട്ടൂല. കണ്ടില്ലേ, ഒരു കമ്പി ഇല്ലാതെ ഒരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ നിൽക്കില്ല. ഇതിനകത്ത് ചെറിയ നെറ്റ് കൊണ്ടുള്ള മെഷ് മാത്രമാണോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. പക്ഷേ ഇതാ വലിയ കമ്പിയും ഇതിനകത്ത് വരുന്നുണ്ട്. കമ്പി ഊരിയെടുത്ത് തന്നെ കാണിച്ചു തരാം. ഇത് ഇതിനകത്ത് വരുന്നുണ്ട്, അതുപോലെ ചെറിയ മെഷും വരുന്നുണ്ട്. ഇത് കുറേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് 1 അടി ഗ്യാപ്പിലാണ് വലിയ കമ്പികൾ കൊടുക്കുന്നത്, പിന്നെ ചെറിയ മെഷും കൊടുക്കും. അപ്പോൾ ഇതങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ്
ഈസി ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലേ അല്ല. നമ്മളിപ്പോൾ ഒരു കിച്ചൺ വർക്ക് നടക്കുന്നിടത്തുള്ളത് ഫെറോ സിമെന്റ് സ്ലാബ് ചെയ്യാൻ പറ്റുമോ, അത് കോൺക്രീറ്റ് തന്നെ ചെയ്യണമെന്ന് പലർക്കും സംശയം ഉണ്ടാവും. അതിനുള്ള ഒരു ഉത്തരമാണ് പറയാൻ പോകുന്നത്. ഇവിടെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാതെ ഫെറോ സിമെന്റിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുക കേട്ടോ. ഈ കാണുന്ന ഏരിയയിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ വെയിറ്റ് ലോഡ് എടുക്കുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ലെഗ് ഇതാ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ ലെഗുകൾ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കമ്പി കൂടി ഉള്ളത് കൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. പിന്നെ ഈ കാണുന്നതിന് നമുക്ക് അറിയാം, ഇതിനകത്ത് 45 അല്ലെങ്കിൽ നമ്മൾ ആക്സസറി എത്രയാണോ ആ ഒരു സൈസ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് ഓരോ. പക്ഷേ ഇവിടെയൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. മിക്ക വീടുകളിലും നമ്മൾ സാധാരണക്കാരുടെ വീടുകളിൽ നല്ല അടിപൊളി ഡോറുകളൊന്നും കൊടുക്കാറില്ല. സിമ്പിൾ ഡോറുകൾ കൊടുക്കുക അല്ലെങ്കിൽ ഓപ്പൺ ഷെൽഫുകളായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന സൈസുകളിൽ ഇത് കൊടുക്കാൻ പറ്റും. ഇവിടെ സ്ലാബ് പണിതപ്പോൾ അവർ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ മേലെ ഉള്ളത് 1 ഇഞ്ച് കനലുള്ള സ്ലാബാട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ മേൽഭാഗം റഫാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതെന്താ വെച്ചാൽ ടൈല് ഗ്രാനൈറ്റ് ഒക്കെ വരുമ്പോൾ ഗ്രിപ്പ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ലേബേഴ്സിനെ കൊണ്ട് വേണം നിങ്ങൾ ഫെറോ സിമെന്റിൽ വർക്ക് ചെയ്യിക്കാൻ. അപ്പോൾ ഇതുപോലുള്ള സ്ലാബുകൾ കിച്ചണിലും ചെയ്യാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കോൺക്രീറ്റിൽ നിർബന്ധമുള്ള കേസല്ല എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോഴും സംശയം ഉണ്ടാവും, വെയിറ്റ് താങ്ങുമോ എന്നുള്ളത്. നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ലേബർ ഉണ്ട്. നമുക്ക് ഇവരോട് ഒന്നുകൊണ്ട് കാര്യങ്ങൾ ആദ്യം ഒന്ന് ചോദിക്കാം. ഏട്ടാ ഒന്ന് പൊങ്ങി, എന്തൊക്കെ വിശേഷം? നല്ല സുഖമല്ലേ? എത്ര സമയം എടുത്തു ഈ ഒരു സ്ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ. 2 മണിക്കൂർ ഒരാൾ നിന്നാൽ മതി. ഒരു കിച്ചണ്, ഒരു ചെറിയ കിച്ചൺ ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? 2 മണിക്കൂർ. 2 മണിക്കൂർ ഒരാൾ നിന്നിട്ട് കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെ വ്യൂവർ ഒരാൾ നിന്ന് ചോദിച്ചോണ്ടിരിക്കുക, അതിമ കോൺക്രീറ്റ് ചെയ്തില്ലേ വെയിറ്റ് താങ്ങുമെന്ന്. ഇതിമ ഒന്ന് കയറി നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ കയറി നിൽക്കാൻ പറഞ്ഞു. കയറി നിന്ന് നോക്കാം. കയറി നിങ്ങൾ എത്ര കനുണ്ടാവും? 9 കിലോ. 50 കിലോളം സുഖമായിട്ട് ഇതിൽ കയറി നിൽക്കുകയാണ്. അപ്പോ ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പോ ഇത് ഇപ്പൊ 50 അല്ല, നമുക്ക് 60, 70 ഒക്കെ തല നിന്ന് കാണിച്ചേ. ഓക്കെ, നിന്നിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. തല തട്ടുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഫെറോ സിമെന്റ് കൊണ്ടുള്ള ഈ ഒരു സ്ലാബ്. നടന്നു കഴിഞ്ഞാൽ പേടിയുണ്ടോ? ഒന്ന് നടന്നേ. കാരണം നമ്മൾ ഉറപ്പുള്ള സ്ഥലത്ത് നിന്ന് നോക്കുകയാണെന്ന് അങ്ങനത്തെ ടെൻഷൻ അല്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ബലം ഉണ്ടാവും ഫെറോ സിമെന്റിൽ ചെയ്താലും. അപ്പോൾ കൂടുതൽ വെയിറ്റ് വേണം നമുക്ക്. മാക്സിമം കിച്ചണിൽ ഒരാൾ കയറി നിൽക്കുക അല്ലെങ്കിൽ കയറി ഇരിക്കുക, അത്രേ വരുള്ളൂ ഒരു കിച്ചണിൽ. ആ ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കോൺക്രീറ്റ് സ്ലാബ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിച്ചണിൽ ഫെറോ സിമെന്റ് കൊണ്ട് സ്ലാബ് ചെയ്യാൻ പറ്റും. കിച്ചണുകളിൽ ഒരുപാട് രീതിയിലുള്ള മെറ്റീരിയലുകൾ അവൈലബിൾ ആണ്. കിച്ചണിലെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് ആപ്റ്റാകുന്ന രീതിയിൽ മൾട്ടിവുഡ്, പ്ലൈവുഡ് കൊണ്ടും അതുപോലെ തന്നെ WPC കൊണ്ടൊക്കെ കിച്ചൺ ചെയ്യുമ്പോൾ അതിൻ്റെ അളവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇതിനൊക്കെ പകരം ഉപയോഗിച്ച ഫെറോ സിമെൻറ്റ് സ്ലാബാണ് കാണാം. ആൾറെഡി ഇവിടെ കോൺക്രീറ്റ് വർക്ക് ഏരിയ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ലാബ് പണിതിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിച്ചണിൽ ഈ ഫെറോ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഫെറോ സിമെൻറ്റ് ഉപയോഗിക്കുന്ന ആളുകളും കിച്ചണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, കിച്ചണിൽ ആക്സസറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എപ്പോഴും വളരെ കൃത്യമായി മെഷർ ചെയ്യണം. കാരണം പർച്ചേസ് ചെയ്യുന്ന ആക്സസറിയുടെ സൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു സൈസിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓരോ അളവുകളും അതിന് മാച്ച് ആകണം എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ബാക്കി വരുന്ന ഏരിയകൾ എത്ര വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലായിട്ടുള്ളത്. ഈ കാണുന്ന ഏരിയയിൽ ജസ്റ്റ് പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഡിവൈഡ് ചെയ്ത് കാണാം ഒരു വലിയ ഷെൽഫ്, അതുപോലെ ഒരു ഡ്രോവറിന് വേണ്ട ഏരിയ. അപ്പോൾ ഡോറ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡബിൾ ഡോറ് കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ ഒരു പാർട്ടീഷൻ ഇല്ലെങ്കിൽ കൂടി ഇത്രയും ലെങ്ത്തിലുള്ള ഒരു ഡോറ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഇവിടെ ഡോറ് കൊടുക്കാൻ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം ഈസിനെസ് ഉണ്ടാവും അത്രയും രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ഫെറോ സിമെൻറ്റിൽ ഫാസ്റ്റായിട്ട് ചിലവ് ചുരുക്കി തന്നെ നിങ്ങൾക്ക് കിച്ചണുകൾ നിർമ്മിക്കാൻ പറ്റും. കിച്ചണിൽ ഷെൽഫുകൾ കൂടുമ്പോൾ ചിലവ് സ്വാഭാവികമായിട്ടും കൂടും. എന്നാൽ ഫെറോ സിമെൻറ്റിൽ അതിനൊക്കെ ടോട്ടൽ സ്ക്വയർ ഫീറ്റിൽ വരുന്ന റേറ്റേ വരികയുള്ളൂ. ഒരു ബെഡ്റൂമിൽ സ്വാഭാവികമായിട്ടും ഒരു വാർഡ്രോബ് കാണും. ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ കാണുന്നത്. അതിൽ വരുന്ന ഒരു ഷെൽഫ് ഈ ഭാഗത്ത് ഫെറോ സിമെൻറ്റിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഫെറോ സിമെൻറ്റിൽ ഈ ഒരു ഭാഗം നിർമ്മിക്കാൻ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ 10,000 രൂപയ്ക്കുള്ളിൽ മാത്രമേ വരുള്ളൂ. അത്രയും കോസ്റ്റിൽ നമുക്ക് ഇതുപോലെ നിർമ്മിച്ചെടുക്കാം. പിന്നെ അതിന് ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കായിട്ടോ. എക്സാക്ട് റേറ്റ് നമ്മൾ സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ ഡെപ്ത്ത് നോക്കണം, അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തും സൈസും ഇതൊക്കെ നോക്കിയിട്ടേ പ്രൈസ് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഏരിയ 3 ഡോർ അലമാരയാണ്. ഇവിടെ ഡോർ വരുന്നു, ഇവിടെ ഡോർ
ഇവിടെ ഡോർ വരുന്നു, അതുപോലെ എക്സ്ട്രാ ചെറിയൊരു മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിലുള്ള ഒരു ഏരിയ ഈ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വരുന്ന അവിടെ കാണാം നമുക്ക് സാധാരണ വാർഡ്രോബിൽ കാണുന്ന പോലെ ഷർട്ടൊക്കെ ഹാങ് ചെയ്യാനുള്ള ഒരു ഏരിയ, അതുപോലെ മറ്റു കുറച്ച് ഡ്രോവേഴ്സ് വെക്കാനുള്ള ഏരിയ, ഡ്രസ്സുകൾ മടക്കി വെക്കാനുള്ള ഏരിയ, ഇങ്ങനെ മൂന്നായിട്ടുള്ള ഒരു ഏരിയ മിനിമം നിങ്ങൾ ഒരു വാർഡ്രോബിൽ കൊടുക്കണം. മിനിമം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് 2 ഡോർ ആണെങ്കിലും 3 ഡോർ ആണെങ്കിലും ഇങ്ങനെ ഒരു പോർഷൻ ഫെറോ സിമെൻറ്റിൽ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ ചെയ്യണം. കാരണം ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഫെറോ സിമെൻറ്റ് വർക്കുകൾ വരിക സ്വാഭാവികമായിട്ടും പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം ആണ്, അതായത് വീടിൻ്റെ സ്ട്രക്ചറൽ ടൈം കഴിഞ്ഞ ഉടനെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധയിൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് ഫെറോ സിമെൻറ്റിന് ഇതുപോലെ കള്ളികൾ അല്ലെങ്കിൽ ഡിവൈഡുകൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു ചുമരിൻ്റെ ഏകദേശം 20 സെൻറ്റിമീറ്റർ മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. കാരണം വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ചുമരിൽ വാർഡ്രോബിന് വേണ്ട ഏരിയ വിട്ട് കഴിഞ്ഞ് കോൺക്രീറ്റ് കൊണ്ടുള്ള സ്ലാബ് വാർത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ട് ഫെറോ സിമെൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ അങ്ങനെ സ്പേസ് വിട്ടില്ല എന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 10 സെൻറ്റിമീറ്റർ കൂടെ കാരണം ഇത്രയ്ക്ക് സ്പേസ് ഇവിടെ വരും. അപ്പോൾ ഫെറോ സിമെൻറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ രീതിയിൽ അലമാരകൾക്ക് ഗ്യാപ്പ് വിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മൾട്ടിവുഡോ പ്ലൈവുഡോ ഒക്കെ ആണെങ്കിൽ അത് ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും സ്പേസ് വിടേണ്ടതില്ല. കാരണം അതിൻ്റെ ബാക്ക് പാനലിന് വളരെ പ്രാധാന്യമുണ്ട്. ചെതൽ പിടിക്കാതിരിക്കണമെങ്കിൽ ബാക്ക് പാനലുകൾ മൾട്ടിവുഡിലോ WPCയിലോ കൊടുത്ത് വേണം ചെയ്യാൻ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. നമ്മൾ കാണുന്നത് ചെറിയൊരു ബെഡ്റൂമിലെ ചെറിയൊരു അലമാരയാണ്. വീടിൻ്റെ ഹാളിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ഡിസൈനർ ഷെൽഫ് ഉണ്ടാവുമല്ലോ. അത് പണ്ട് കാലം മുതൽക്കേ കോൺക്രീറ്റിൽ വെക്കുന്ന ഒരു സ്റ്റൈലാണ് ഉണ്ടായിരുന്നത്. അതിനൊരു സ്പേസ് വിടുക അല്ലെങ്കിൽ അത് റെഡിമെയ്ഡായിട്ട് വാങ്ങി വെക്കുക എന്നുള്ളത്. പിന്നീട് അത് ഗ്ലാസ് വെക്കുന്നതോടുകൂടി കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് മറ്റ് വുഡുകളിലേക്കൊക്കെ വന്നു. എന്നാൽ വുഡിന് കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ ഷെൽഫുകൾ ഇതുപോലെയൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആകുന്ന ഒരു ഐഡിയ ഈ കാണുന്ന ഫെറോ സിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതുപോലെ നമുക്ക് മൾട്ടിവുഡിൽ ചെയ്തുകൂടെ പ്ലൈവുഡിൽ ചെയ്തുകൂടെ എന്നൊക്കെ. മൾട്ടിവുഡിലാണെങ്കിലും പ്ലൈവുഡിലാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ സൈസ് വരുമ്പോൾ അതിൻ്റെ ഒരു ഷീറ്റ് ഒരു പ്ലൈവുഡ് അല്ലെങ്കിൽ പ്ലൈവുഡ് പോട്ടെ, കാരണം ചെതൽ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചുമരിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ചാൻസ് തന്നെയാണ് ചെതലിന്. അപ്പോൾ പ്ലൈവുഡ് അല്ലെങ്കിൽ മൾട്ടിവുഡിലേക്കോ അല്ലെങ്കിൽ WPCയിലേക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഒരു ഷീറ്റിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4500 മുതൽ 5500 ആണ് നമുക്ക് നല്ലൊരു ഡെൻസിറ്റിയുള്ള ഒരു ഷീറ്റ് 8x4 ഒരു ഷീറ്റ് കിട്ടുക. അപ്പോൾ 8x4 ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് ഈ ചെയ്യുന്ന ഈ കോസ്റ്റും വരില്ല. ഈ ഫെറോ സിമെൻറ്റിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്യാം. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ലൊരു ഗ്ലാസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായി മാറും. ഇവിടെ കണ്ടില്ലേ, മനോഹരമായിട്ട് സിമ്പിളായിട്ട് ചെയ്ത ഒരു ഡിസൈൻ. ഇതുപോലെ ഏത് രീതിയിലും ഇതിന് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സ്കെച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നല്ല ഡിസൈനുകൾ നോക്കി നെറ്റിൽ നിന്നൊക്കെ നോക്കിയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹാളിൽ നല്ലൊരു ഡിസ്പ്ലേ ഏരിയ, ട്രോഫി ഏരിയ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മെമ്മറീസൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുപോലുള്ള ഏരിയകൾ നിർമ്മിക്കാൻ ഫെറോ സിമെൻറ്റ് കൊണ്ട് സാധിക്കും. നമ്മൾ മറ്റൊരു റൂമിൽ 4 കള്ളി അലമാര നിർമ്മിച്ചതാണ് ഈ കാണുന്നത്. 4 ഡോർ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോർ ഇവിടെയായിട്ട് വരിക. ഡോർ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ പോർഷനിൽ ഒന്ന് പൊട്ടിയിട്ട് മിനുക്കി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ പെയിൻറ്റിങ്ങോ വേറെ ലാമിനേറ്റ് ഒട്ടിക്കുക ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. ഇനി ഡോറ് മാത്രം കൊടുത്താൽ മതി. ചില ആൾക്കാരെങ്കിലും ഒരു വാർഡ്രോബിൻ്റെ ലുക്ക് ഫീൽ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ പെയിൻറ്റ് ചെയ്യാറുണ്ട്. പെയിൻറ്റിങ് ഓക്കെ, അല്ലാതെ നിങ്ങൾ അതിന് ഒരു പശ ഉപയോഗിച്ച് ഡയറക്റ്റ് പശ അടിച്ച് മൈക്ക് ഒട്ടിക്കരുത്. ഒരിക്കലും പശ ഈ ഒരു മെറ്റീരിയലിൽ നിൽക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെറിയ പാനലുകൾ കിട്ടും മൾട്ടിവുഡിൽ തന്നെ, അല്ലെങ്കിൽ PVCയിൽ ചെറിയ 6 ഇഞ്ച് കനത്തിലുള്ള ഷീറ്റ് കിട്ടും. അത് അടിച്ചതിന് ശേഷം മാത്രം അതിൽ നിങ്ങൾക്ക് മൈക്ക് ഒട്ടിക്കാം. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് അങ്ങനെ ഭംഗിയാക്കാം. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഡോറ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു കോട്ട് പെയിൻറ്റ് മാത്രം അല്ലെങ്കിൽ പ്രൈമർ മാത്രമാണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത്. ഒരു 2 കോട്ട് പ്രൈമറും ഒരു കോട്ട് പെയിൻറ്റും അടിച്ചാൽ ഇത് അടിപൊളിയാകും. അപ്പോൾ ഞാനിതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതിന് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ, ദോഷങ്ങളൊന്നുമില്ല.
നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അതിനുണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ് പറയും. നിങ്ങൾ എന്തായാലും ആ ഡിസഡ്വാൻറ്റേജ് എങ്ങനെ നികത്താൻ പറ്റുമോ എന്നുള്ളതും നമ്മൾ പറയാം. അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പലരും നിങ്ങൾ ചിലപ്പോൾ കമൻറ്റിൽ പറയാനിരിക്കുകയായിരിക്കും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈർപ്പം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, ബാത്റൂം വോളാണെങ്കിൽ ഈർപ്പം വരും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും പണ്ട് കാലം മുതൽക്ക് തന്നെ പറയാറുണ്ട്. ഇതിനുള്ള സൊല്യൂഷനാണ് പറയാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾ ഫെറോസിമെൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഫിനിഷിങ് പോരാന്ന് തോന്നുന്ന ആൾക്കാർക്ക് പുട്ടി ഉപയോഗിച്ച് അതിൻ്റെ എഡ്ജുകൾ മനോഹരമാക്കണം. അതുപോലെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടെങ്കിലെല്ലാം പുട്ടിയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പെയിൻ്റ് അടിച്ചാൽ മതി. പ്രൈമർ അടിക്കുക. ഇനി പൂപ്പൽ വരുമെന്നുള്ള പേടിയുള്ള ആൾക്കാർക്ക് അതിന് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പെയിൻറ്റുകളും ഇന്ന് മാർക്കറ്റിൽ ഒരുപാടുണ്ട്, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇനാമൽ പെയിൻറ്റ് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാലും ഇതിൽ നല്ല ഫിനിഷിങ് സ്മൂത്ത് കിട്ടും. അതുപോലെ സുഷിരങ്ങളിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫെറോസിമെൻറ്റിൽ വേറെ പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കും ഇതിൽ ഡോറ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്ന ഒരു പ്രവണതയുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ കൊടുക്കുമ്പോൾ ഒന്നും കൂടെ എക്സ്പേർട്ടായ ലേബേഴ്സ് വേണം ഫെറോസിമെൻറ്റിൽ ഡോറ് കൊടുക്കാൻ. എല്ലാ ലേബേഴ്സും ഒന്നും ചിലപ്പോൾ ചെയ്തു തരില്ല. നിങ്ങൾ അവരോട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. അതുപോലെ തന്നെ അലൂമിനിയത്തിലാണെങ്കിൽ നിങ്ങളൊരു ഫ്രെയിം കൊടുത്തിട്ട് അതിൽ വേണം സ്ക്രൂ ചെയ്യാൻ. അതുപോലെ മൾട്ടിവുഡിൽ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് സ്ക്രൂ ചെയ്യാതെ നിങ്ങൾ എക്സ്ട്രാ പീസുകൾ കൊടുത്ത് ഡോറുകൾ വരുന്ന ഏരിയകളിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് നമുക്കറിയാം ഇതൊരു സിമെൻറ്റ് പ്രൊഡക്റ്റാണ്, നമ്മൾ ഏറ്റവും ചിലവ് ചുരുക്കി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിനെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നികത്തി വേണം നമ്മൾ അതിന് ഡോറുകൾ കൊടുക്കുക എന്നുള്ളത്. അതല്ലാതെ അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയാനില്ല വേണ്ടത്. അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നല്ല രീതിയിൽ ലാബേഴ്സിനെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയട്ടെ, ഇവിടെ താഴെ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു പോർഷൻ വരുന്നുണ്ട്. സാധാരണ ഒരു വാർഡ്രോബ് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവില്ലല്ലോ. അതൊരു ഒറ്റ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് സ്വാഭാവികമായിട്ടും ഇവിടെ കല്ലിൻ്റെ പടവ് ഒരു കല്ല് കഴിഞ്ഞതിന് ശേഷം അലമാര വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ വരുന്നത്. ഇത് നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് താഴേക്കും ഇതുപോലെ ലെഗുകൾ കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ഡിസൈനിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലീനിങ്ങിന് ഈസിനെസ് ആവശ്യമുള്ള ആളുകൾ ഇത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. എന്നാൽ ഡിസൈൻ ലെവലിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഫ്ലോറിൽ നിന്ന് തുടങ്ങുന്ന രീതിയാണ് കണ്ടുവരാറുള്ളത്. ഫെറോസിമെൻറ്റ് സ്ലാബിൽ നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഉറപ്പില്ലാത്ത മെറ്റീരിയലാണെങ്കിൽ കട്ട് ചെയ്ത് ചിലപ്പോൾ പൊട്ടിപ്പോകും. പക്ഷേ ഇവർക്ക് ധൈര്യമുണ്ട്, ഒരു പ്രശ്നവുമില്ല. മിക്ക ടീമുകളും മെഷീൻ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ആ രീതിയിലാണ് ഇവരും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള സൈസ് ഞാൻ പറഞ്ഞു, ഇത് 42 വിടുത്ത്. ഇത് നിങ്ങളുടെ വീട്ടിന് അല്ലെങ്കിൽ നിങ്ങളെ ഒഫീഷ്യൽ കൊമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സൈസ് വേണമെങ്കിൽ അത് 90 സെൻറ്റിമീറ്റർ വരെ, അതായത് 1 മീറ്ററിന് അടുത്ത് വരെ സൈസിൽ നോർമലി വരുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ അവരായിട്ട് സംസാരിച്ചാൽ നിങ്ങളെ സൈസിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 1 ഇഞ്ചാണല്ലോ, ബലത്തിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൊത്തം 1 ഇഞ്ചിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 3/4 ഇഞ്ച് മതിയെങ്കിൽ ആ രീതിയിൽ ചെയ്യും. പക്ഷേ ബലത്തിന് എപ്പോഴും ഔട്ട് സൈഡിൽ ഇതുപോലെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീട് പണിയിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ നമ്മൾ ഷെയർ ചെയ്തതിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്ന, ഒരു സാധാരണക്കാരന് വീട് പണി എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു സഹായകമായ ഒരു ഐഡിയ തന്നെയാണ് ഫെറോസിമെൻറ്റ് കൊണ്ടുള്ള ഫർണിച്ചർ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഷെൽഫുകൾ നിർമ്മിക്കുക എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വന്ന സംശയങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോയിൽ അതിനുള്ള ഉത്തരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നൽകുന്നതുമാണ്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. അതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേണം. പിന്നെ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.